അൽഹംദുലില്ലാഹി വഹദഹു അസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹിൽ മൂഫീന അഹ്ദഹു അമ്മാ ബഅദ്. ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാർ, സ്നേഹം നിറഞ്ഞ നാട്ടുകാർ, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അരാജകത്വം അരങ്ങത കർക്കുന്ന മാനവന്റെ മനസ്സിനകത്ത് കുടികൊണ്ടിരുന്ന തിരിച്ചറിവിന്റെ അരണ്ട വെളിച്ചം പോലും വരണ്ടസ്തമിച്ച വർത്തമാനകാലത്ത് നേരറിവ് നല്ല നാളേക്ക് എന്ന വിഷയം ചർച്ച ചെയ്യൽ അനിവാര്യമാണ്. അറിവ് വെളിച്ചമാണ്, സംസ്കാരമാണ്, മൂല്യമാണ്, ധാർമ്മികതയാണ്. വിജ്ഞാനം വിവേകികൾക്ക് വിശുദ്ധിയും തെളിച്ചവും വെളിച്ചവും നൽകുന്നതാണ്. അറിവിന്റെ വഴിയിൽ പ്രവേശിച്ചവന് വേണ്ടി മാളത്തിലെ ഉറുമ്പുകൾ മുതൽ വെള്ളത്തിൽ വസിക്കുന്ന കുഞ്ഞു മത്സ്യങ്ങൾ വരെ പ്രാർത്ഥിക്കുമെന്നാണ് പ്രവാചക വചനം. മനുഷ്യനെ മാനവിക മൂല്യങ്ങളിലേക്കും ധാർമ്മിക ഔന്നിത്യത്തിലേക്കും നയിക്കുന്ന ഒരു സാമൂഹിക പ്രക്രിയയാണ് അറിവിലൂടെ സാധ്യമാകുന്നത്. ആത്മീയതയുടെ അനന്തവിഹായുസിൽ വിരാജിച്ച മഹാത്മാക്കളൊക്കെയും അറിവിന്റെ അതിവിദൂര സാധ്യതകളെ പോലും തിരിച്ചറിഞ്ഞ് അവയെ ഉപയോഗപ്പെടുത്തിയവരാണെന്നത് അവിതർക്കിത വസ്തുതയാണ്. സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് പ്രാകൃതമായ ജീവിതം നയിച്ച മനുഷ്യനെ പടിപടിയായ പരിവർത്തനത്തിന് വിധേയമാക്കി സമജ്ജലമായ സാഹചര്യങ്ങളും സംവിധാനങ്ങളും സുസാധ്യമാക്കി തന്റെ വിരൽത്തുമ്പ് കൊണ്ട് ലോകത്തെ തന്നെ നിയന്ത്രിക്കാൻ അവനെ പ്രാപ്തനാക്കിയത് അറിവെന്ന അതുല്യ പ്രതിഭാസം തന്നെയാണ്. മലയാളത്തിന്റെ പ്രിയ കവി ഉള്ളൂരിന്റെ വരികൾ പോലെ, കൊണ്ടുപോകില്ല ചോരന്മാർ കൊടുക്കും തോർമേറിടും, മേന്മ നൽകും മരിച്ചാലും വിദ്യ തന്നെ മഹാധനം. അറിവിന്റെ മഹത്വത്തെ കുറിച്ചാണ് കവി ഇവിടെ പറയുന്നത്. നാശമില്ലാതെ കൊടുക്കും തോർമേറിടുന്ന ഒരേ ഒരു സമ്പത്ത് വിദ്യ മാത്രമാണ്. സുഹൃത്തുക്കളെ, കൂൺ പോലെ പൊതുസ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുളച്ചു പൊങ്ങുമ്പോഴും അറിവ് അതിന്റെ ശരിയായ അർത്ഥത്തിൽ ലഭിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അറിവില്ലായ്മ അന്ധകാരത്തെ സൃഷ്ടിക്കുകയും ആ അന്ധകാരം സംസ്കാരത്തിന്റെ അന്ധകനായി മാറുകയും ചെയ്യുന്ന വസ്തുതയെ വിസ്മരിക്കാവതല്ല. അപരിചിതമായ പ്രശ്നങ്ങളെ, പ്രവണതകളെ, പ്രതിസന്ധികളെ, പ്രതിഭാസങ്ങളെ നേരിടുന്ന തലമുറയാണ് നമ്മുടേത്. ബിരുദങ്ങൾക്ക് വേണ്ടിയുള്ള നെട്ടോട്ടങ്ങളോ മാർക്കുൽപാദനത്തിന് വേണ്ടിയുള്ള കിടമത്സരങ്ങളോ അല്ല അറിവാർജനത്തിന്റെ അന്തസത്ത. കാലാതിവൃത്തിയായ വേദഗ്രന്ഥം വിശുദ്ധ ഖുർആൻ തന്നെ മനുഷ്യ സമൂഹത്തോട് ചോദിച്ചില്ലേ, ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. നബിയെ തങ്ങൾ പറയുക, അറിവുള്ളവരും അറിവില്ലാത്തവരും സമന്മാരാണോ എന്നതിന് ഫദ്ലുൽ ആലിമി അലൽ ആബിദി കഫദ്ലി അലാ അദ്നാകും. ഉപാസകനേക്കാൾ പണ്ഡിതന്റെ ശ്രേഷ്ഠത നിങ്ങളിൽ ഏറ്റവും താഴ്ന്നവനേക്കാൾ എന്റെ ശ്രേഷ്ഠതയാണെന്ന് പറയുമ്പോൾ ആധുനിക സമൂഹത്തിൽ പണത്തിന്റെയും സ്ഥാനത്തിന്റെയും പേരിൽ ആർമാദിച്ച് മയക്കുമരുന്നിന്റെയും ലഹരി ഉൽപ്പന്നങ്ങളുടെയും നാമഹരണം ചെയ്യപ്പെടുന്ന പുതുതലമുറയെ യുക്തി കൊണ്ടും സ്നേഹ സംഭാഷണങ്ങൾ കൊണ്ടും വിജ്ഞാനത്തിന്റെ സാന്ത്വന തീരത്തേക്ക് ചേർക്കുമ്പോഴേ എന്ന ഖുർആനിക വചനം അർത്ഥമാവുകയുള്ളൂ. മനുഷ്യ സൃഷ്ടി പൂർത്തിയാവുകയും അവനിൽ ദൈവിക ചൈതന്യം സന്നിവേശിപ്പിക്കുകയും ചെയ്ത ശേഷം ആദ്യ മനുഷ്യനായ ആദമിന് വിജ്ഞാനം നൽകുക എന്ന പ്രക്രിയയാണ് നടന്നത്. വിശ്വാസികൾക്കും വിജ്ഞാനം നൽകപ്പെട്ടവർക്കും ഉന്നത പദവികൾ അല്ലാഹു വാഗ്ദാനം ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചെലവഴിക്കുന്ന സമയങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അറിവിന് വേണ്ടി ചിലവഴിക്കലാണെന്ന് മഹാനായ ഇമാം നബവി പറഞ്ഞു വെക്കുന്നു. പാതി തുറന്ന പുസ്തകത്തിൽ ഉത്തരം തേടുന്ന ഞാനും പകുതിയും താളുകൾ പുഞ്ചിരിച്ചതാ എന്നെ നോക്കുന്നു. അറിവ് എന്ന താളിലെ വട്ടപ്പൂജ്യമാം എൻ ജീവിതത്തെ തിരയുന്നു ഈ പാതി തുറന്ന പുസ്തകത്തിൽ നിന്നും. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.